നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ഒരു ചൈനീസ് വിമാനം തകർന്നു വീണത്. ഇതേ തുടർന്ന് സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രസിഡന്റ് ഷീ ജിൻപിങ് രംഗത്തെത്തിയിരിക്കുകയാണ്. അപകടത്തിൽ പ്രസിഡന്റ് ഞെട്ടൽ രേഖപ്പെടുത്തിയിരുന്നു. 132 യാത്രക്കാരുമായി യാത്ര ചെയ്ത വിമാനമാണ് തെക്ക് പടിഞ്ഞാറൻ ചൈനയുടെ പർവ്വത മേഖലയിൽ തകർന്നു വീണത്. വിമാനം മലനിരകളിലേക്ക് കുത്തനെ പതിക്കുന്നതിന്റെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. അപകട സ്ഥലത്തിന് സമീപത്തുള്ള മൈനിങ് കമ്പനിയുടെ CCTVയിലാണ് വിമാനം വീഴുന്നതിന്റെ ദൃശ്യം പതിഞ്ഞിരിക്കുന്നത്. അപകട കാരണം വ്യക്തമായിട്ടില്ല. ദുരന്തത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നത് സംബന്ധിച്ചും ഇതുവരെ വ്യക്തത വന്നിട്ടില്ലെന്നാണ് സിവിൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ചൈന വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഔദ്യോഗിക വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എങ്കിലും വിമാനത്തിൽ ആരും തന്നെ രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്നാണ് സൂചന. ജീവന്റെ സൂചനകളൊന്നും വിമാനത്തിന്റെ അവശിഷ്ടങ്ങളിൽ കണ്ടെത്താനായിട്ടില്ലെന്നാണ് പ്രാദേശിക അഗ്നിശമന സേനയിലെ ജീവനക്കാരനെ ഉദ്ധരിച്ച് ദ പീപ്പിൾസ് ഡെയിലി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 123 യാത്രക്കാരും 9 ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ബോയിങ് 737-800 എഞ്ചിൻ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ഇത് 6 വർഷത്തോളം പഴക്കമുള്ള വിമാനമാണെന്നാണ് റിപ്പോർട്ടുകൾ. അപകടത്തിന് പിന്നാലെ ചൈന ഈസ്റ്റേൺ എയർലൈൻസ് എല്ലാ ബോയിങ് 737-800 വിമാനങ്ങളും തിരിച്ചിറക്കിയിരിക്കുകയാണ്. വിമാനം തകർന്നു വീണതോടെ വുസൗ നഗരത്തിന് സമീപത്തുള്ള വനമേഖലയിൽ വൻ തീപിടുത്തമാണ് ഉണ്ടായത്. വിമാനം പൂർണ്ണമായും തകർന്ന് തരിപ്പണമായതായാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇത്തരത്തിലാണ് പ്രാദേശിക റിപ്പോർട്ടുകളും ചൂണ്ടിക്കാണിക്കുന്നത്. ലാൻഡിങ്ങിനുള്ള ശ്രമത്തിനിടെയാണ് വിമാനം തകർന്നു വീണെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രാദേശിക സമയം 1:11 കുമ്മിങ്ങിൽ നിന്നും ഗുവാൻസോവിലേക്ക് വിമാനം പുറപ്പെട്ടത്. 2:22 വിമാനവുമായുള്ള ബന്ധം നഷ്ടപ്പെടുകയായിരുന്നു. 3:05 ഗുവാൻസോവിൽ വിമാനം ലാൻഡ് ചെയ്യേണ്ടിരുന്നത്. ഈ സമയം വിമാനം 3225 അടി ഉയരത്തിലായിരുന്നു പറന്നുകൊണ്ടിരുന്നത്. വെറും 2 മിനിറ്റ് കൊണ്ടാണ് വിമാനം കുത്തനെ താഴേക്ക് പതിച്ചത്. അപകടത്തിന് പിന്നാലെ ചൈന ഈസ്റ്റേൺ എയർലൈൻസ് വെബ്സൈറ്റ് കറുപ്പും വെളുപ്പും നിറത്തിലാക്കി. കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് ഈ നിറമാറ്റം. അപകടത്തിൽപ്പെട്ട മോഡലിലുള്ള വിമാനങ്ങൾ നേരത്തെയും വലിയ അപകടങ്ങളിൽ പെട്ടിട്ടുള്ളവയാണെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ആയതിനാൽ തന്നെയാണ് ഇത്തരത്തിൽപ്പെട്ട വിമാനങ്ങളെ അടിയന്തരമായി സർവീസ് നിർത്തിവെക്കാൻ പ്രഖ്യാപിച്ചുകൊണ്ട് ഷീ ജിൻപിങ് തന്നെ നേരിട്ടെത്തിയത്. ഇതിന് പിന്നാലെയുള്ള അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. എന്നിരുന്നാൽ തന്നെയും തീരാ വേദന നൽകിയിരിക്കുകയാണ് ഈ വാർത്ത. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.